ഈവനിങ് ഓൾ ദിസ് സിയത്ത് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹൈലി വോളറ്റിൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി നെഗറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു 178 പോയിന്റ്. പക്ഷെ അതിൻ്റെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 400 പോയിന്റിന്റെ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി പൊതുവെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് തുടർന്നു. അവസാന സമയത്ത് 78 പോയിന്റിന്റെ ഗെയിൻ രേഖപ്പെടുത്തി. ഈ ബാങ്കിങ് മേഖലയിൽ ബാങ്കിങ് സെക്ടറിൽ ICICIയും HDFCയും നിഫ്റ്റിനെ താഴേക്ക് വലിച്ചിടാൻ ശ്രമിച്ചപ്പോൾ കൊട്ടാക്കും മറ്റുള്ള ബന്ധൻ ബാങ്ക് പോലെയുള്ള കമ്പനീസ് റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ SBI ലൈഫ്, HDFC ലൈഫ് പോലെയുള്ള ഇൻഷുറൻസ് മേഖലയുള്ള കമ്പനീസും പോസിറ്റീവായ രീതിയിൽ ട്രേഡ് ചെയ്തു. FMCGയിൽ നിന്ന് ITCയും HUL പോലെയുള്ള കമ്പനീസ് നിഫ്റ്റിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തു. മൊസഡോഗും കൊച്ചിൻ ഷിപ്പ്യാർഡും പോലെയുള്ള ഡിഫൻസ് ഷിപ്പിംഗ് കമ്പനീസ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു ഫോളിന് ശേഷം ഇന്ന് കുറച്ച് ഗെയിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പൊതുവെയുള്ള മാർക്കറ്റിലൊരു വൺ ലൈനായിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം മാർക്കറ്റ് ഒരു ഫ്ലാറ്റായി ഓപ്പൺ ചെയ്തു നിഫ്റ്റി. അതിനുശേഷം കുറച്ച് കൺസോളിഡേറ്റ് ചെയ്തു. പിന്നീട് ഒന്ന് ഉയർന്നു 24,740. അതിനുശേഷം പിന്നീട് ഒന്ന് ഫോളായി. വീണ്ടും നിഫ്റ്റി അവസാന സമയത്ത് ഒന്ന് ഗെയിൻ ആയ ഒരു അവസ്ഥയാണുള്ളത്. നിഫ്റ്റിയിൽ ഡിവിസ് ലാബ്, ടൈറ്റാൻ, സിപ്ല, SBI ലൈഫ്, ഗ്രാസിം തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 4% വരെയുള്ള ഗെയിൻ. ടെക്കം, ടാറ്റ സ്റ്റീൽ, അൾട്രാടെക് സിമെന്റ്, പവർ ഗ്രിഡ്, HDFC ബാങ്ക് തുടങ്ങിയ കമ്പനീസാണ് ഫോള് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും FTSE, CSE 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നും 3.8% ഫോളായി 13.29. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ മിക്സ്ഡ് ആയിരുന്നു. ജപ്പാൻ മാർക്കറ്റ് റെഡിൽ അടച്ചപ്പോൾ കൊറിയ ഗ്രീനിൽ അടച്ചു, ഓസ്ട്രേലിയ ഗ്രീനിൽ അടച്ചു, എന്നാൽ ചൈന റെഡിൽ അടച്ചു. ഗോൾഡ് $2,511 പെർ ഔൺസ്, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത്. ബ്രൻഡോയിൽ 77, ബിറ്റ്കോയിൻ 60,000 നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 1,200 പോയിന്റ് ഇടിഞ്ഞു. ഡോളർ ഇടിഞ്ഞു 59,000 ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ലെവല്. ഇനി നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി സ്പോട്ട് ഉള്ളത് 24,770 നിഫ്റ്റി എവിടെയാണോ ട്രേഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത്. റെഡ് ബാർ കാണുന്നത് നിഫ്റ്റി എത്തിച്ചേരാൻ സാധ്യതയില്ല എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിഫ്റ്റിയെ ഷോർട്ട് സെല്ല് ചെയ്തിട്ടുള്ള ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. നിലവിൽ 25,000 ആണ് ഏറ്റവും ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതായത് 25,000 നിഫ്റ്റി മറികടക്കില്ല എന്ന് ഉള്ള രീതിയിലാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ചിന്ത അനുസരിച്ച് അവർ ബിൽഡ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ എണ്ണമാണ് അവിടെ കാണിക്കുന്നത്. അത് റെസിസ്റ്റൻസ് സോണറായിട്ട് നിലനിൽക്കും. 24,700, 24,500, 24,400, 24,300 സോണുകൾ ഇടിഞ്ഞേക്കില്ല എന്നുള്ള പെർസ്പെക്റ്റീവിൽ ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, എന്താണ് ഇത്ര ലെവലുകൾ വരാൻ സാധ്യത? മാർക്കറ്റിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതിനെ നമ്മൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയും അല്ലേ, 24,770. പല ആളുകൾക്കും പല പെർസ്പെക്റ്റീവ് ആവും. കുറേ ആളുകൾ പറയും 25,000 മറികടക്കില്ല. അതുപോലെ തന്നെ ലോവർ സൈഡിലേക്ക് 24,500 ഇടിയില്ല. എന്നാൽ കുറേ ആളുകൾ പറയും അപ്പുറം മീൻസ് കുറച്ചും കൂടി ആ ഒരു ട്രേഡിംഗ് റേഞ്ച് വ്യത്യാസപ്പെടുത്തും. അപ്പം നമ്മളുടെ റിസ്ക് അനുസരിച്ച് നമ്മുടെ ട്രേഡിംഗ് റേഞ്ചുകളെ വ്യത്യാസപ്പെടുത്തി പോകും. സ്വാഭാവികമായിട്ടും നിഫ്റ്റിയുടെ സ്പോട്ട്, അതായത് എവിടെയാണ് നിഫ്റ്റി ഉള്ളത് അവിടെ നിന്ന് വളരെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് പറയുന്ന ആളുകൾക്ക് ഉയർന്ന റിവാർഡും, അവർ വലിയ രീതിയിൽ റിസ്ക് എടുക്കുന്ന ആളുകളും, വളരെ ദൂരെ കോൺട്രാക്റ്റുകൾ ചൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കുറഞ്ഞ റിവാർഡും എന്നാൽ ഹയർ സേഫ്റ്റിയാണ് ഉള്ളത്. ഇതാണ് ഓപ്ഷൻ്റെ ഒരു ബേസിക് റൂൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഏത് കോൺട്രാക്റ്റിന് ഏത് റിവാർഡാണ്. അത് ഒരു ഭാഗം മാത്രമാണ്. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റുകളെ സ്വാധീനിക്കുന്ന ഓപ്ഷൻ ഗ്രീക്സ് പോലെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഓപ്ഷൻ ഗ്രീക്സിൽ തന്നെ സമയം മുന്നോട്ട് പോകുമ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം കുറയുന്ന ഓപ്ഷൻ തീറ്റ മുതൽ അണ്ടർലൈങ് അസറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻ്റ് അനുസരിച്ച് ഓപ്ഷൻ പ്രീമിയത്തെ ഡിഫൈൻ ചെയ്യുന്ന ഡെൽറ്റ വരെയുള്ള 5ഓളം ഓപ്ഷൻ ഗ്രീക്സും, കൂടാതെ തന്നെ കോൺട്രാക്റ്റിനെ തിരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ഉള്ള ഒരു കാര്യമാണ് ഓപ്ഷൻ. അപ്പോൾ അത് പല ആളുകളും അത് അറിയാതെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ കൗതുകത്തിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ചുമ്മാ ചെയ്യാമെന്ന് നോക്കും. അപ്പോൾ പിന്നെ വലിയ രീതിയിൽ കാശ് പോകും. അങ്ങനെയാണ് ഈ ബ്രോക്കറിൻ്റെ എല്ലാം തന്നെ CEOs പറയുന്നത് ഇത്രയധികം ആളുകൾ ഇവിടെ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നുള്ളത്. ഇത്രയധികം പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം.
ഈ ആഴ്ച നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും കൂടാതെ തന്നെ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ശനി ഞായർ ദിവസങ്ങളുണ്ട്. കൊച്ചിയിലാണ് നമ്മുടെ ഓഫീസ്. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീസും മറ്റുള്ള ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് പോകാം. ആദ്യം STVനായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. STVന് ഈ ബ്രോക്കറിംഗ് സ്ഥാപനമായിട്ടുള്ള ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ സീതാരാമൻ അയ്യർ എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് തന്നെ മറ്റൊരു പ്രൊമോട്ടേഴ്സായിട്ടുള്ള ബാർബർക്ക് സെല്ല് ചെയ്യുന്ന സ്റ്റേക്ക് ഇവർ ബൈ ചെയ്യുകയാണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ജീനസ് പവറായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, ജീനസ് പവറിന് 6000 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ജീനസ് പവർ ഒരു അപ് ട്രെൻഡിൽ പോകുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു ഓർഡറാണ്. RVNL കമ്പനി ഇവർ ധന്യ മജ്ജു ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. നിപ്പോൺ ഇന്ത്യ AMC, നമ്മൾ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ് പോലെയുള്ള ETF ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നതാണ് നിപ്പോൺ ഇന്ത്യ. അപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ നമുക്കറിയാം നിഫ്റ്റി 50 എന്ന് പറയുന്ന 50 സ്റ്റോക്കുകളെ അല്ലെങ്കിൽ മറ്റുള്ള ഗോൾഡ് ബീസ് പോലെയുള്ള ഓരോ ഇൻഡെക്സുകളുണ്ടല്ലോ, ETF ഫണ്ടിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. വാങ്ങി വിൽപ്പന നടത്താം അതേ ദിവസം തന്നെ. മ്യൂച്വൽ ഫണ്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ നിഫ്റ്റി 500 എന്ന് പറയുന്ന ഒരു പുതിയ ഫണ്ട് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 4-നാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ള ന്യൂസ്. ബന്ധൻ ബാങ്കും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഫണ്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് കെയറിൽ നമുക്കറിയാം സിപ്ലേ ഉണ്ടാവാം, അല്ലെങ്കിൽ ലുപ്പിൻ ഉണ്ടാവാം. അപ്പോൾ ഇതിന് എൻറ്റയർ ഈ ഒരു ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ഇപ്പോൾ അതൊരു ഇൻഡെക്സായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഹെൽത്ത് കെയർ. അത് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. L&Tക്ക് 5000 കോടി രൂപയുടെ ഓർഡർ സിപ്കോ നേവി മുംബൈ എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് കിട്ടി. BML കമ്പനി ഇവർ ഇന്ത്യൻ നേവിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി JNCSR എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഇവർ പുതിയ ബാറ്ററി ടെക്നോളജി വികസിപ്പിക്കാനായിട്ട് ധാരണയായി. ടാറ്റ മോട്ടോഴ്സ് ഡെൽറ്റ ഇലക്ട്രോണിക്സ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് 250 ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് രാജ്യത്തിലുടനീളം ഇവർ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നെയ്ക്ക ഇന്ന് നല്ല റാലി രേഖപ്പെടുത്തിയിരുന്നു. ഈ കമ്പനി തന്നെ ഇവരുടെ ഒരു സിംഗിൾ ഡേ രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈ ആണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. 52 വീക്ക് ഹൈയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. വെൽസ്പൻ ഇൻ്റർനാഷണൽ കമ്പനി ഇവർക്ക് 160 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ആൽക്കം ലാബ് കമ്പനി ഇവരുടെ ഒരു പുതിയ 85 ലക്ഷം ഷെയറുകളാണ് ബ്ലോക്ക് ഡീലിലൂടെ ഇവരുടെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നത് എന്നുള്ള ന്യൂസ്. ശ്രീരാം പ്രോപ്പർട്ടീസ് ബാംഗ്ലൂരിലും ചെന്നൈയിലും ബേസ് ചെയ്തിട്ട് ഇവർ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഹോംസ് എല്ലാം തന്നെ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇൻഡിഗോ റെമഡി കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് ANDAയുടെ അപ്രൂവൽ കിട്ടി. തോമസ് കുക്ക് കമ്പനി ഇവർ SOTS ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഹോളിഡേ പാക്കേജുകളെല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെർവോടെക് കമ്പനി കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് EV ചാർജിങ് സ്റ്റേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു കരാറ് ഈ സെർവോടെക്കിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. ഇനി മറ്റുള്ള ന്യൂസുകൾ നാളെ രാവിലെ 7:00 വിശദമായിട്ട് നമ്മുടെ പ്രീ മാർക്കറ്റ് സെക്ഷനിലുണ്ടാവും. 7:00 മുമ്പായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൻ്റെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് മറ്റുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.